അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യദ്ഖുലൂന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ യുഅറഫ്ന വലാ യുദ്നീന വകാനല്ലാഹു ഗഫൂറുർ റഹീമ. പെൺമയുടെ പ്രതിരോധമാണ് പർദ്ദ. ഹിജാബിന് വേണ്ടി ഒരു പെൺകൂട്ടം എന്ന പരിപാടിയുടെ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഈ ലക്ഷക്കണക്കിനുള്ള ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിരിക്തനാണ് എന്നും നമുക്കറിയാം. അതിലൊരു വ്യതിരിക്തത, ഈ ജീവജാലങ്ങളൊന്നും തന്നെ അവയുടെ നാണം മറയ്ക്കുവാൻ വേണ്ടി വസ്ത്രം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. തന്റെ നിത്യജീവിതത്തിൽ തിന്നുകയും കുടിക്കുകയും രമിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്യുന്ന തന്റെ ജീവിതത്തിൽ ഒരു വേള പോലും ഈ ജീവജാലങ്ങളൊന്നും തന്നെ തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി വസ്ത്രം ഉപയോഗിച്ചതായി നമുക്ക് ആർക്കും അറിയില്ല. എങ്കിൽ മനുഷ്യൻ അങ്ങനെയല്ല. അവനവന്റെ ജീവിതത്തിലെ പ്രാഥമിക കർമ്മങ്ങളിലൊന്നായി, പ്രാഥമിക വസ്തുക്കളിലൊന്നായി തിന്നുകയും കുടിക്കുകയും പാർപ്പിടം എന്ന പോലെ തന്നെ വസ്ത്രം എന്നത് ഒരു നിർബന്ധമായ ഒരു വസ്തുവാണ്. അവനവന്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി വസ്ത്രം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫിലെ 10 മുതൽ 19 വചനം മുതൽ 24 വചനം വരെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അവ്വ ബീബിയും ആദമും അവയും പടച്ചതമ്പുരാന്റെ സൃഷ്ടികളായിക്കൊണ്ട് പടച്ചതമ്പുരാൻ അവരെ സ്വർഗത്തിലൊരു തോട്ടത്തിൽ നിയോഗിക്കുന്നത്. ആ നിയോഗിച്ച ശേഷം പടച്ചതമ്പുരാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വൃക്ഷത്തെ സമീപിച്ചു കളയരുത്, നിങ്ങൾ ഈ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന്. എങ്കിൽ അവിടേക്ക് പിശാച് കടന്നു വരികയും ഇബ്ലീസ് അവിടേക്ക് കടന്നു വരികയും അവർക്കിടയിൽ ദുർബോധനം നടത്തുന്നതുമായിട്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. നിങ്ങൾ ഈ വൃക്ഷത്തെ സമീപിച്ചു കൊള്ളുക, നിങ്ങൾ ആ വൃക്ഷത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മലക്കുകളാകാം, അല്ലെങ്കിൽ മലക്കിനേക്കാൾ വലിയ എന്തെങ്കിലും ജീവിവർഗമായി മാറാൻ സാധിക്കുമെന്ന്. ആ ദുർബോധനത്തിൽ വഞ്ചിതരായിക്കൊണ്ട് ആദമും അവ്വയും ആ വൃക്ഷത്തെ സമീപിക്കുന്നു. ആ വൃക്ഷത്തെ സമീപിച്ചതിന് ശേഷം അവർ അവരുടെ നഗ്നത വെളിവാകുന്നു. അവർക്ക് അവരുടെ കോപ്യമായ ഭാഗങ്ങൾ വെളിവാകുകയും അവിടെ നിന്നും ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കുന്ന രംഗവുമാണ് ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത, നഗ്നത മറയ്ക്കുക എന്നുള്ള ഒരു കാര്യം, ഒരു അവസ്ഥ, അത് തുടങ്ങുന്നത് ആദിമ മനുഷ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള ആദമും അവ്വയും അവിടെ നിന്ന് തന്നെ തന്റെ നഗ്നത മറയ്ക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വസ്തുത മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നഗ്നത മറയ്ക്കുന്നത്? നമുക്കറിയാം, ഒരു ആണിന് ഒരു പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ തന്നെ അതിലേക്ക് ആകർഷണീയത ഉണ്ടാവും. ഒരു അർദ്ധനഗ്നയായ ഒരു സ്ത്രീയെ സ്വാഭാവികമായും ഒരാണ് കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവവർഗങ്ങളിലുള്ള വ്യത്യാസം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ജീവജാലങ്ങളിലും ഇങ്ങനെ ഒരു പുരുഷൻ സ്ത്രീ അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവായി മാറുന്നില്ല. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കിളികളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മയില്, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, മയിൽ ആണാണോ പെണ്ണാണോ ഭംഗി? ആൺമയിലാണ് ഭംഗി. ആണിന് ഒരുപാട് പീലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പെണ്ണ് അധികം സൗന്ദര്യവതിയല്ല. അതുപോലെ തന്നെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ എന്നും കാണുന്ന കോഴി, പൂവൻ കോഴിയാണ് പെടക്കോഴിയേക്കാളും സുന്ദരനായിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഹത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ സിംഹമാണ് ഭയങ്കര ഭംഗി, ജടയൊക്കെ ആയിട്ട്. പെൺസിംഹത്തിനെ കാണാൻ അത്ര ഭംഗിയില്ല. ഈ ജീവവർഗങ്ങളിലെല്ലാം തന്നെ ആണാണ് സൗന്ദര്യവാൻ. പെണ്ണ് ആ സൗന്ദര്യത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആണിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനിൽ പെണ്ണാണ് സുന്ദരി.
പെണ്ണാണ് സൗന്ദര്യത്തിന്റെ രൂപം. ഈ സൗന്ദര്യത്തിന്റെ രൂപത്തിലേക്ക് ആൺ അട്രാക്ട് ചെയ്ത് ആകർഷിക്കപ്പെട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ഒരു അവസ്ഥയുടെ രസതന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഈ ആണ് ഒരു അർദ്ധനഗ്നയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ അവൻ സ്വാഭാവികമായിട്ട് അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാവണം എന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിൽ തന്നെ ജൈവികമായി ഒരു പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ, ആ ആണിനെ അടുത്തതായി ഈ ഹോർമോൺ കൊണ്ടെത്തിക്കുന്നത് ലിബിഡോ എന്നൊരവസ്ഥയിലേക്കാണ്. ലിബിഡോ എന്നൊരവസ്ഥയിലേക്ക്. എന്താണ് ലിബിഡോ? ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പെണ്ണുമായി ഒരാണിന് ഇനി ഒരു പ്രശ്നവുമില്ലാതെ ബന്ധപ്പെടാനുള്ള ഒരു മാനസികവും ശാരീരികവുമായ ഒരു അവസ്ഥയിലേക്ക് തന്റെ ശരീരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു മെസ്സേജാണ് ലിബിഡോ എന്ന് പറഞ്ഞാൽ. ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അടുത്ത ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ അത് ലിബിഡോ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഈ ടെസ്റ്റോസ്റ്റിറോണിന് ലിബിഡോ അല്ലാത്ത വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പുരുഷൻ ഒരു നഗ്നമായ അല്ലെങ്കിൽ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവിടെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ഒരു മനുഷ്യന്റെ ഏതോ ഒരു സമയത്തും ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെയായിരിക്കും എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു മനുഷ്യൻ പുറത്തിറങ്ങുമ്പോൾ, ഒരു പുരുഷൻ പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ, പുരുഷൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ അവൻ നടന്നു നീങ്ങുന്ന വഴികളിലെല്ലാം തന്നെ അവന് പോസ്റ്ററുകൾ കാണേണ്ടി വരും. ഒരുപാട് പോസ്റ്ററുകൾ, അർദ്ധനഗ്നവും നഗ്നവുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അവൻ നടന്നു നീങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഫ്ലക്സുകൾ. ഈ ഫ്ലക്സുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലുതായിരിക്കും ഫ്ലക്സ്. പെട്ടെന്ന് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് തരുന്നതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലക്സ് സ്വാഭാവികമായി റോഡിലൂടെ നടന്നു പോകുമ്പോൾ, വാഹനത്തിലൂടെ പോകുമ്പോൾ എല്ലാം കാണാൻ കഴിയുന്ന രീതിയിലാണ് അതെല്ലാം നാട്ടിവെച്ചിരിക്കുന്നത്, അല്ലേ? ഏറ്റവും ഉയരത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പോസ്റ്ററുകളാകട്ടെ, ഫ്ലക്സുകളാകട്ടെ, അവർ നടന്നു പോകുന്ന ഏത് സ്ഥലങ്ങളാകട്ടെ, കയറുന്ന വണ്ടിയാകട്ടെ, ബസ്സാകട്ടെ, അവർ ചെന്ന് ചേരുന്ന ഓഫീസാകട്ടെ, അവർ ഇനി വിദ്യാലയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയാകട്ടെ, കോളേജിലേക്കാണെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോഴാകട്ടെ, ഇവിടെയെല്ലാം തന്നെ ഒരുപാട് കച്ചവട സ്ഥലത്താകട്ടെ, മാർക്കറ്റ് ആവട്ടെ, സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടകളാകട്ടെ, എവിടെയാകട്ടെ അവിടെയെല്ലാം തന്നെ നഗ്നമായ അർദ്ധനഗ്നധാരികളായ സ്ത്രീകളെയാണ് പുരുഷന്മാർ കാണുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ നോട്ടമാണ് താഴ്ത്താൻ പറഞ്ഞത്. ആ നോട്ടത്തിൽ തന്നെ നമുക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് കണ്ണ് താഴ്ത്താൻ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഈ നോക്കുന്ന സമയത്ത് തന്നെ ഈ മനുഷ്യന്റെ ഈ പുരുഷന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് വർദ്ധിച്ച തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുരുഷനെ ലിബിഡോ അല്ലാത്ത വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്രിമിനലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു ത്വര എന്ന് വെച്ചാൽ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെണ്ണിനേക്കാൾ കൂടുതൽ ആണുങ്ങളാണ് കുറ്റകൃത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഒരു അവസ്ഥയാണത്. ഇതിന്റെ ഒരു പഠനം, ഇതെന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു പഠനത്തിൽ നിന്നാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പുരുഷന്റെ ശരീരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹോർമോണാണ് അവനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന്. ഇങ്ങനെ സമൂഹത്തിൽ പൊതുവെ ഇങ്ങനെ നടക്കുകയും ഒരു സെക്സ് അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ബാധ്യത ആർക്കാണുള്ളത്? ലൈംഗിക ബന്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുരുഷൻ അതിൽ അത് നടന്നതിന് ശേഷം പുരുഷൻ അതിൽ യാതൊരുവിധ ബാധ്യതയും ഉണ്ടാവില്ല. പക്ഷേ അതിനുശേഷമുള്ള എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കേണ്ടത് ആരാണ്? സ്ത്രീയാണ്. എന്താണ്? ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്തുണ്ടാവും? അവൾ ഗർഭിണിയാകും. അവൾക്ക് ആ ഗർഭം 9 മാസക്കാല അളവോളം കൊണ്ടു നടക്കേണ്ടി വരും. അതിനുശേഷം അവൾക്ക് പ്രസവിക്കേണ്ടി വരും. പ്രസവിച്ച കുട്ടിക്ക് മുലയൂട്ടേണ്ടി വരും. മുലയൂട്ടിയതിന് ശേഷം മുലയൂട്ടുമ്പോഴും അല്ലാതെയും അവൾക്ക് ആ കുട്ടിയെ തന്റെ മാറോട് ചേർത്ത് വളർത്തേണ്ടി വരും. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബാധ്യത.
പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആ നിമിഷത്തിന് ശേഷം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ബാധ്യതകളും ഏറ്റെടുക്കേണ്ടി വരികയാണ്. ഈ സമയത്ത് തനിക്ക് താങ്ങായും തനിക്ക് തണലായും തൻ്റെ കൂടെ താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അവിടെ സ്വാഭാവികമായും ഒരു ലൈംഗികതയിൽ നിന്ന് എന്തുണ്ടാകുന്നുവോ അതിന് എല്ലാം ഒരു താങ്ങും തണലുമായി തൻ്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ 96% വിവാഹപൂർവ്വ രതിയിൽ ഏർപ്പെടുന്ന ആളുകളാണുള്ളത്. വിവാഹത്തിന് മുന്നേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന 96% ആളുകളുമാണ് അവിടെ ഉള്ളത്. അതിൽ 60%-ഓളം 13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇതൊരു ഞെട്ടലോടുകൂടി കേൾക്കേണ്ട ഒരു വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് 60% വൈവാഹിക ജീവിതത്തിന് മുമ്പേ ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുന്നത്. ഇതിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും പെണ്ണ് ഗർഭം ധരിക്കും, കുട്ടികളുണ്ടാകും. ഈ കുട്ടികൾ വർദ്ധിച്ച തോതിൽ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കൂടുന്തോറും ഈ 96% ആളുകളും ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കുട്ടികളുണ്ടാകും. ഈ കുട്ടികളാണ് ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സ്വന്തം ഉപ്പയാരാണ് എന്നറിയാത്ത, സ്വന്തം പിതാവ് ആരാണ് എന്ന് അറിയാത്ത ഒരുപാട് മക്കളെ ഇന്ന് അമേരിക്ക പേറുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ നിരീക്ഷിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമാകുന്നത് പിതാവാരാണെന്ന് അറിയാതെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നവർ പറയുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. പെണ്ണിന്റെ നഗ്നത വിപണിവൽക്കരിച്ചപ്പോഴാണ് പെണ്ണ് ഒരു വെറും ചരക്കായി മാറിയത്. നേരത്തെ ആയിഷക്കുട്ടി ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെണ്ണില്ലാത്ത പരസ്യമില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചത്? നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സോപ്പ്, ഏതെങ്കിലും ഒരു സോപ്പ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു സോപ്പ്, പിയേഴ്സ്. ഈ പിയേഴ്സ് സോപ്പ് മാത്രമേ നമ്മളെ വിപണിയിൽ കിട്ടാനുള്ളൂ എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു പരസ്യം വരുമ്പോൾ ആ പരസ്യത്തിൽ എന്തായിരിക്കും പറയുക? ഇത് നല്ലൊരു സോപ്പാണ്, ഇത് തേച്ച് കുളിച്ചാൽ നിങ്ങൾ വെണ്മ ഉണ്ടാകും, നല്ലതായിരിക്കും. അതോടുകൂടി അത് ക്ലോസ് ചെയ്യാം. കാരണം ആകെ നമുക്ക് കിട്ടാനുള്ള സോപ്പ് പിയേഴ്സ് മാത്രമാണ്. പക്ഷെ പിയേഴ്സിന്റെ കൂടെ വേറൊരു സോപ്പും കൂടി കടന്നു വരികയാണ് വിപണിയിലേക്ക് എന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ ലെക്സോ എന്തെങ്കിലും വേറൊരു സോപ്പ് കൂടി ഈ വിപണിയിലേക്ക് കടന്നു വരികയാണ്. സ്വാഭാവികമായും ഇന്നലെ പറഞ്ഞ പരസ്യം കൊണ്ട് പിയേഴ്സ് എല്ലാവരും വാങ്ങണം എന്നില്ല. പിയേഴ്സ് നല്ലതാണ്, അത് തേച്ചാൽ വെണ്മയുണ്ടാകുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരും അത് വാങ്ങിക്കൊള്ളണമെന്നില്ല. കാരണം മത്സരിക്കാൻ വേറൊരു സോപ്പും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മുതലാളിത്തത്തിന്റെ കച്ചവട തന്ത്രങ്ങളിലൊന്നായ പെണ്ണിന്റെ നഗ്നത ഈ പരസ്യങ്ങളിലേക്ക് കടന്നു വന്നു. മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നഗ്നത കടന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വസ്തു വാങ്ങാനുള്ള ഒരു ത്വര മനുഷ്യനുണ്ടായി. ഈ കച്ചവടത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു മുഖം എന്ന് പറഞ്ഞാൽ അത് ബ്രാൻഡിംഗ് ആണ്. ബ്രാൻഡ് ചെയ്യുക, മുദ്രീകരണം നടത്തുക. നമുക്കൊക്കെ അറിയാം, പല പല ബ്രാൻഡുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും അല്ലേ? ആ ബ്രാൻഡിനോട് നമുക്ക് വലിയ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ ഭംഗിയില്ലാത്തതാണെങ്കിലും പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കളറാണെങ്കിലും എല്ലാം ആയിരുന്നാലും നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ വസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ? ഇതാണ് മുതലാളിത്തത്തിന്റെ വലിയ ഒരു തന്ത്രം എന്ന് പറയുന്നത്. നമ്മളുടെ തലയെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന fMRI പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നും ഒരു ആണ് ഏത് വസ്തു വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പഠിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു പരസ്യത്തെ, ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിച്ച് പരസ്യങ്ങളായിക്കൊണ്ട് നമ്മളുടെ TV ചാനലുകളിലൂടെയും ഇന്റർനെറ്റുകളിലൂടെയും എല്ലാം പുറത്തേക്ക് വരുന്നു.
ഈ ഒരു ശാസ്ത്ര ശാഖയെ ന്യൂറോ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ന്യൂറോ മാർക്കറ്റിംഗ് നമ്മൾ ആലോചിച്ച് നോക്കുക. ചില പരസ്യങ്ങളോട് ആണുങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും, ചില പരസ്യങ്ങളോട് പെണ്ണുങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും, ചില പരസ്യങ്ങളോട് നമ്മളുടെ മക്കൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ആണ് വാങ്ങേണ്ട വസ്തു എങ്ങനെയാണ് ആണ് വാങ്ങേണ്ടത് എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് അവന്റെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന ഒരു ശാസ്ത്രശാഖ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബീച്ചിൽ 2-3 ആണുങ്ങൾ വളരെ അലക്ഷ്യമായിട്ടിരിക്കുക. ആ സമയത്ത് 2-3 സ്ത്രീകൾ അവരുടെ അടുത്തേ കൂടെ അങ്ങനെ നടക്കുകയാണ്. സ്വാഭാവികമായും അവിടെയുള്ള ആണുങ്ങൾ വിസിലടിച്ചു, കമന്റ് അടിച്ചു. ആ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അലക്ഷ്യമായിട്ട് അവർ നടന്നുപോയി. ആ സമയത്താണ് ഈ ആണുങ്ങൾ ഒരു ബിയർ കുപ്പി പൊട്ടിച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കുടിക്കുന്ന അവസരത്തിൽ ഈ സ്ത്രീകൾ തിരിഞ്ഞു നോക്കുകയും ആ സ്ത്രീകൾ ആ ബിയർ കുടിക്കുന്ന ആണുങ്ങളുടെ കൂടെ ചെന്ന് അവരുടെ കൂടെ കളിക്കുകയും ബിയർ കുടിക്കുകയും പങ്കുചേരുകയും ചെയ്യുന്നു. ഈ ഒരു പരസ്യം നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടായില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടാവൂല. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആണിന്റെ തലച്ചോറിന് വേണ്ടിയിട്ടാണ്. ഈ പരസ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആണിന്റെ തലച്ചോറിന് വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആണിന്റെ മസ്തിഷ്കം വർക്ക് ചെയ്യും. താൻ ബിയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ആകർഷിക്കാൻ വേണ്ടി പെണ്ണുങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധം അവന്റെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഈ ഒരു പരസ്യം. വേറൊരു ഉദാഹരണം പറയാം. വളരെ ഇരുണ്ട ഒരു അന്തരീക്ഷം, ആരും ശല്യപ്പെടുത്താനില്ല, വളരെ സ്വകാര്യമായ ഒരു അന്തരീക്ഷം. അവിടെ ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ, അവളെ പോറ്റി നല്ല രീതിയിൽ മാന്യമായി നോക്കാൻ കഴിയുന്ന ഒരു തൻ്റെ ഇടമുള്ള ഒരാണ്. അവർ രണ്ടുപേരും വളരെ സ്വകാര്യമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയും ആ സമയത്ത് അതിൻ്റെ ഒരു സൈഡിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ടിന്റെ മോതിരവും കാണിക്കുന്നു. ആ സമയത്ത് ആ ഡയമണ്ട് ആ പെണ്ണിന്റെ വിരലിലേക്ക് ഈ ആണ് ഇട്ടുകൊടുക്കുന്നു. ഈ പരസ്യം നിങ്ങൾക്ക് ഇഷ്ടായോ? ഈ പരസ്യം നിങ്ങൾക്ക് ഇഷ്ടായോ? സ്വാഭാവികമായും ഇഷ്ടമാവും. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ പരസ്യമാണ്. പെണ്ണിന്റെ മസ്തിഷ്കത്തെ കുറിച്ച് പഠിച്ച് FMRI പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി എന്താണോ പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി പെണ്ണിന് വേണ്ടി നിർമ്മിച്ച ഒരു പരസ്യം. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. കച്ചവടം എന്ന കുതന്ത്രത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖം ഇതാണ്. നമുക്കൊരിക്കലും അതിന്റെ ഉള്ളറകൾ ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇവിടെ നിന്നും വരുന്ന ഒരു വലിയ ഒരു അസുഖമുണ്ട്, ഒരു രോഗമുണ്ട്. ഈ രോഗത്തിന്റെ പേരാണ് ഉപഭോഗ ജ്വരം എന്ന് പറഞ്ഞാൽ. ജ്വരം എന്ന് പറഞ്ഞാൽ എന്താ? പനി അല്ലെ? ഒരു ഉപഭോഗ ജ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള ഒരു വല്ലാത്ത ത്വര. നമുക്കറിയാം ഇന്നലെ വരെയുള്ള മലയാളിയുടെ അവസ്ഥ എന്താണ് എന്ന്. കിട്ടുന്ന വേതനം കൊണ്ട് മനസമാധാനത്തോടു കൂടി കഞ്ഞി കുടിച്ച് ജീവിച്ചിരുന്ന ഒരു മലയാളിയായിരുന്നു നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. അതിലവൻ സംതൃപ്തനായിരുന്നു, അതിലവൻ സന്തോഷവാനായിരുന്നു. കിട്ടുന്ന വേതനം കൊണ്ട് അവൻ സുഖസുന്ദരമായി ജീവിക്കുവാനുള്ള ത്രാണി അവനുണ്ടായിരുന്നു. എന്നാൽ ഇന്നിന്റെ അവസ്ഥ എന്താണ്? ശമ്പളം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാസ അവസാനമാകുമ്പോഴത്തേക്കും കീശ കാലിയാകുന്ന അവസ്ഥയാണെന്നുള്ളത്. വാങ്ങുകയാണ്, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. സ്വാഭാവികമായും മാസത്തിന്റെ അവസാനമായി കഴിയുമ്പോൾ പോക്കറ്റ് കാലിയാകും, വീണ്ടും ഒരു ലിസ്റ്റ് റെഡിയാവുകയും ചെയ്യും അല്ലെ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. സ്വാഭാവികമായിട്ടും സാധനങ്ങൾ മേടിച്ചു കൂട്ടാനുള്ള ഒരു ത്വരയാണ് ഉണ്ടായത്. നമ്മൾ കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിലെ, സംസ്ഥാനങ്ങളിലെ ഒരുപാട് സെക്സ് റാക്കറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെക്സ് റാക്കറ്റുകളിൽ നമ്മളുടെ പെൺകുട്ടികൾ എങ്ങനെ പെടുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടാണോ നമ്മളുടെ കുട്ടികളുടെ ശരീരം വിറ്റിട്ടുള്ളത്? അല്ല. അവരവരുടെ ശരീരം വിറ്റിട്ടുള്ളത് ഒരു നേരത്തെ കഞ്ഞി എന്റെ കുടുംബത്തിന് മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. അവരെല്ലാവരും തന്നെ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള കുട്ടികളെല്ലാം തന്നെ തന്റെ വാനിറ്റി ബാഗിലേക്ക് തന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മേടിച്ചു കൂട്ടുവാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കണം, തനിക്ക് ലാവിഷായി ജീവിക്കുവാൻ വേണ്ടി, തനിക്ക് ഫ്രീഡം, ഈ റോഡിലൂടെ മാന്യമായി നടക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, അതിനു വേണ്ടിയിട്ടായിരുന്നു. പോക്കറ്റ് മണി കണ്ടെത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു അവരവരുടെ ശരീരത്തെ ഒരു നേരം വിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 1990 കാലഘട്ടം, 2000 കാലഘട്ടം, 1990 മുതലുള്ള 2000 വരെയുള്ള കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നറിയോ? ഈ
ഇന്ത്യയെ ഒരു ഉപബോധകൃത രാഷ്ട്രമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഉപബോധകൃത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഈ ഇന്ത്യനകത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജ്വരമുള്ള ആളുകളാണെന്നർത്ഥം. സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും അതിൽ ഉയർന്ന സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. ഒരു ഉപഭോക്തൃ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് വേറൊരു മാറ്റവും കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ മാറ്റം എന്നറിയോ? ഇവിടെ നിന്നും സൗന്ദര്യ പട്ടങ്ങൾ, സൗന്ദര്യ റാണിമാർ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. ഇന്നലെ വരെ യൂറോപ്യൻ പാശ്ചാത്യരുടെ തുടിപ്പും വെളുപ്പും സൗന്ദര്യമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇന്ന് സൗന്ദര്യത്തിന്റെ പ്രതീകം ആരാണ് എന്ന് ചോദിച്ചാൽ ഐശ്വര്യ റായിയും സുസ്മിതാ സെനും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇന്ത്യയിൽ നിന്ന് തന്നെ സൗന്ദര്യ റാണിമാരെ, മിസ് യൂണിവേഴ്സുകളെ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ സൗന്ദര്യ റാണിമാരെല്ലാം തന്നെ പറയാതെ പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഈ ടീനേജ് മുതൽ തുടങ്ങുന്ന തൻ്റെ പ്രായം, തൻ്റെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ ശരീരം ഈ സമൂഹത്തിന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുക. നിങ്ങളുടെ ശരീരം തുറന്നിട്ട് കൊടുത്താൽ എന്താണ്? അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ, നിങ്ങൾക്ക് എവിടെ എത്താൻ കഴിയുന്നുവോ അത് ഏറ്റവും കൂടുതൽ എത്താൻ കഴിയുക മാക്സിമം മിസ് യൂണിവേഴ്സ് ആണ്. അല്ലെങ്കിൽ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നാടകത്തിലോ ഒരു ടെലിഫിലിമിലോ മുഖം കാണിക്കലാണ് നിങ്ങളുടെ നിങ്ങളുടെ എത്താൻ കഴിയുന്നതിലെ ഉള്ള ഏറ്റവും വലിയ സ്ഥാനം എന്ന് പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കൽ ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം, ഒരു സീരിയലിൽ ഒരു മുഖം കാണിക്കാൻ വേണ്ടി, സിനിമയിൽ ഒരു മുഖം കാണിക്കുവാൻ വേണ്ടി ഇന്നത്തെ പെൺകുട്ടികൾ സ്വന്തം ശരീരം വിൽക്കുന്നൊരവസ്ഥ. ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിം കളിക്കാരി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാനിയ മിർസ അല്ലേ? സാനിയ മിർസയെ അവരെന്താണ് കളിച്ചിരുന്നത്? ടെന്നീസ് അല്ലേ? ടെന്നീസ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സാധാരണ മുസ്ലിമിന് അറിയ പോലും ചെയ്യില്ല. ഒരു സാധാരണ മുസ്ലിമിന് ടെന്നീസ് എന്താണ്, ടെന്നീസിന്റെ സ്കോർ എന്താണ്, ടെന്നീസിന്റെ കളി എന്താണ്, അതിന്റെ ഒരു തിയറിയോ അറിയാത്ത ആളുകളാണ്. അന്നൊക്കെ നമ്മളുടെ ജ്വരം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളുമാണ്. എങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ടെന്നീസ് വന്നിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കളിക്കാരിയായിരുന്നു അതിന് കാരണം. ഇന്നത്തെ സാനിയ മിർസ വഴി ഈ സാമ്പത്തിക മുതലാളിത്തം ഉണ്ടാക്കിയ ഒരു വലിയ, ഈ സാനിയ മിർസയെ വെച്ചുകൊണ്ട് ഒരു വലിയ കച്ചവടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം വനിതയോട് പറയുകയാണ്, നീ സാനിയ മിർസയെ പോലെ ആയിക്കോ. എന്താ കാരണം? സാനിയ മിർസ പത്രത്താളുകളുടെ മുൻ പേജിൽ തന്റെ ഇരു കൈകളും മുകളിലേക്ക് നീട്ടിക്കൊണ്ട് മുൻകൈയും മുഖവും ഒഴികെയുള്ള മറ്റെല്ലാ ശരീരഭാഗങ്ങളും മറച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. സാനിയ മിർസ ഈ വേഷത്തിലോ? മുസ്ലിം പെണ്ണുങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഓരോ താളുകളും മറച്ച് അവസാനം സ്പോർട്സ് പേജായപ്പോ സാനിയ മിർസ ഇതാ അർദ്ധനഗ്നമായ ഒരു വേഷത്തിൽ, ശരീരത്തിന്റെ ഒരുവിധം 3/4 ഭാഗങ്ങളും പുറത്തു കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. ഈ സാനിയ മിർസ തന്നെയാണോ ആ സാനിയ മിർസ? നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയാതെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മുസ്ലിം സ്ത്രീയെ മുതലാളിത്തം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പെണ്ണെ, നിനക്ക് സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നിന്റെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന, നിന്നോട് ആണുങ്ങൾ പറയുന്ന, ആണുങ്ങൾ കാണേണ്ട ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നീ ഈ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, നീ ഈ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുക, നീ ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന്. അല്ലാത്തൊരു സമയത്ത് നീ നിന്റെ പഠിച്ച തമ്പുരാന്റെ അടുത്തേക്ക് മടങ്ങിക്കോ, അവിടെ ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കോ, ഒരു കുഴപ്പവുമില്ല. ഇതിന്റെ ലാഞ്ചന ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കേരളത്തിലും ഉണ്ടായി. നമുക്കറിയാം, ഇസ്ലാമികമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. സ്വാഭാവികമായും അല്ലാത്ത ഫംഗ്ഷനുകൾ, അല്ലാത്ത വേളകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ആണുങ്ങൾ കൂടുന്ന, അല്ലെങ്കിൽ പൊതുവായി ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മളുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടും നമ്മൾ അവിടെ എത്തിച്ചേരുന്നു. ഇവിടെ സാനിയ മിർസയെ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിത്തം നടത്തിയ ഒരു വലിയ കുതന്ത്രമുണ്ട്.
ഈ കുതന്ത്രത്തിന് അടിമയാകാതിരിക്കുക എന്നതാണ് ഓരോ പർദ്ദധാരിയുടെയും ഒന്നാമത്തെ ലക്ഷ്യം. നമുക്കറിയാം 1980 കാലഘട്ടത്തിൽ, 80 കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് ഈ കഴിഞ്ഞു പോയ കാലഘട്ടം, 1980 കാലഘട്ടത്തിലാണ് പർദ്ദ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. പർദ്ദ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അടിമത്തത്തിന്റെ വസ്ത്രമാണ് പർദ്ദ എന്നും ഈ പർദ്ദ ധരിച്ചുകൊണ്ട് തനിക്ക് തന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും സാധ്യമാവുകയില്ല എന്നും ഇത് പാരതന്ത്ര്യത്തിന്റെ ജയിലറയാണ് എന്നും ഇത് അടിമത്തത്തിന്റെ പ്രതീകമാണ് എന്നും ഉയർത്തിക്കാട്ടാൻ വേണ്ടി മുതലാളിത്തവും മുതലാളിത്തത്തിന്റെ മീഡിയയും ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ഈ 80 കാലഘട്ടത്തിൽ 1980 കാലഘട്ടത്തിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് പർദ്ദയെ ഇങ്ങനെ ഒരു വസ്തുവായി ചിത്രീകരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് കാലഘട്ടത്തിലും പർദ്ദ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഏത് കാലഘട്ടത്തിലും പർദ്ദ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഈ 80 കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്ര രീതിയിൽ ഇസ്ലാമിക ചിഹ്നങ്ങളെ എല്ലാം തന്നെ വളരെ ഭീകരമായി ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ പർദ്ദയെ അടിമത്തത്തിന്റെ ഒരു വസ്ത്രമായി ചിത്രീകരിക്കുന്നത് എന്തിനാണ് എന്ന് ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മുതലാളിത്തം കച്ചവടത്തിനു വേണ്ടി പെണ്ണിന്റെ ശരീരത്തെ ഉപയോഗിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. പെണ്ണിന്റെ ശരീരത്തെ തന്റെ കയ്യിലുള്ള ഒരു വസ്തു, ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുള്ള ഒരു വസ്തു മാന്യമായി നല്ല രീതിയിൽ കച്ചവടം നടന്നു പോകുവാൻ വേണ്ടി, വിപണിയിൽ ഇറക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരസ്യങ്ങളിലെല്ലാം തന്നെ പെണ്ണിന്റെ നഗ്നത കടന്നു വരുന്നത് ഇവിടെയാണ്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു രംഗങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, കന്യാസ്ത്രീയും ഏകദേശം ഈ ഡ്രസ്സല്ലേ ധരിക്കുന്നത്? ഏകദേശം ഈ രീതിയിലുള്ള ഒരു ഡ്രസ്സ് തന്നെയല്ലേ കന്യാസ്ത്രീയും ധരിക്കുന്നത്? പക്ഷെ എന്തുകൊണ്ട് കന്യാസ്ത്രീയുടെ വസ്ത്രം ഒരു അടിമത്തത്തിന്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കാണുന്നേയില്ല? എന്തുകൊണ്ടാണത്? കന്യാസ്ത്രീ ജീവിക്കുന്നവളല്ല. കന്യാസ്ത്രീ ലൗകിക ജീവിതത്തോട് പാടെ വിട പറഞ്ഞ് കർത്താവിന്റെ മണവാട്ടിയായി ജീവിതം തള്ളി നീക്കുന്നവളാണ്. അവൾക്ക് ഈ ലോകത്തൊന്നും വേണ്ട. പക്ഷേ മുസ്ലിം സ്ത്രീ അതല്ല. മുസ്ലിം സ്ത്രീ ഈ ലൗകിക സുഖങ്ങളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീയുടെ തൊലി മുതലാളിത്തത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുതലാളിത്തം ഈ ഒരു വസ്ത്രത്തെ അടിമത്തത്തിന്റെ വസ്ത്രമായിട്ട് തുറന്നു കാണിക്കുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് ഒരു പേരിടുകയും ചെയ്തിട്ടുണ്ട് മുതലാളിത്തം, ഇസ്ലാമിക് ഫെമിനിസം എന്ന്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പർദ്ദ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചൂരി കത്തിച്ച് കൂട്ടിയിട്ട് ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് ഫെമിനിസം രൂപീകരിച്ചു. ഈ ഫെമിനിസം സത്യത്തിൽ അവർ പോലും അറിയുന്നില്ല തങ്ങൾ ഇരയാകുകയാണ് എന്നുള്ളത്. ഇസ്ലാമിനെതിരെയുള്ള വാക്കുകളാണ് തന്നിൽ നിന്നുണ്ടാകുന്നത് എന്ന് അവർക്കറിയുന്നില്ല. ഖുർആനും ഹദീസുകളും തെളിവുകളായിക്കൊണ്ട് അവർ അതിനു വേണ്ടി സംസാരിക്കുകയാണ്. ഈ കേരളത്തിന്റെ മണ്ണും അത് ഒന്ന് ചുവച്ചു എന്ന് പറയാതെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മുതലാളിത്തത്തിന്റെ കറുത്ത കണ്ണുകളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ത്രീ ആരാണ്? ഇസ്ലാം പെണ്ണിനെ കുറിച്ച് പറയുന്നത് അവൾ മാന്യയാണ്, കുലീനയാണ് എന്നാണ്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. പെണ്ണിന് ജീവിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല ജാഹിലിയ കാലഘട്ടത്തിൽ. അവിടെ പെണ്ണിന് ജനിക്കുവാനുള്ള അവകാശമാണ് ആദ്യം ഖുർആൻ കൊടുക്കുന്നത്. ജനിക്കുവാനുള്ള അവകാശം ഖുർആൻ പറയുന്നത് നമുക്കറിയാം. പെണ്ണ് ജനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന്. പെണ്ണ് ജനിച്ചാൽ എന്നല്ല പറയുന്നത്, പെണ്ണ് ജനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത നിനക്ക് അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ ജനിച്ച ഉടനെ തന്നെ പടച്ച തമ്പുരാൻ പരിഗണിക്കുകയാണ്. അത് ഒരു സന്തോഷ വാർത്തയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പിതാവ് അവന് ഒരു പുത്രി ഉണ്ടാവുകയും ആ പുത്രിയെ മാന്യമായി നോക്കി വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവളെ വളർത്തി അതിനുശേഷം അവളെ നല്ല രീതിയിലൊരു വിവാഹം ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പുരുഷൻ എന്തുണ്ട്?
ആ പിതാവിന് എന്തുണ്ട്? സ്വർഗമുണ്ട്. നമ്മൾ പുത്രികളായിരിക്കുമ്പോൾ ഒരു ഉപ്പയുടെ സ്വർഗം തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരു പുത്രിയായ പെണ്ണാണ് ഒരു പിതാവിന്റെ സ്വർഗത്തെ തീരുമാനിക്കുന്നത്. അങ്ങനെ വിവാഹിതയാകുന്ന പെണ്ണ് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഉത്തമനായ പുരുഷൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലേ? ഏറ്റവും നല്ല പുരുഷൻ എന്ന് പറയുന്നത് നിന്റെ ഇണയോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിക്കുന്നു. പെണ്ണിനോട് മാന്യമായി പെരുമാറിയാലേ ഒരു പുരുഷനെ ഉത്തമമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് ഇവിടെ സുതാര്യം വ്യക്തമാണ്. അല്ലേ? ഭാര്യയായിരിക്കുമ്പോഴും അവളുടെ മേലാണ് ഒരു പുരുഷന്റെ വ്യക്തിത്വം ഇരിക്കുന്നത്. മൂന്നാമതായി അവൾ മാതാവാകുമ്പോഴോ മകൻ അല്ലെങ്കിൽ മകൾ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് എന്ന് ചോദിക്കുന്ന അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നിന്റെ മാതാവിനോട് എന്നാണ്. രണ്ടാമത് ചോദിക്കുമ്പോൾ പിന്നെയും പറയുന്നത് നിന്റെ മാതാവിനോട് എന്നാണ്. മൂന്നാമത് വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ പിന്നെയും പറയുന്നത് നിന്റെ മാതാവിനോട് എന്നാണ്. പിന്നീടാണ് പിതാവിനെ പറയുന്നത്. ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് തന്റെ സ്വർഗം തീരുമാനിക്കപ്പെടുന്നത് തന്റെ ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിക്കുന്ന ബാലപാഠം തന്നെ ഉമ്മയുടെ കാലടിപ്പാടിലാണ് സ്വർഗം എന്നാണ്. ഒരു പെണ്ണ് പുത്രിയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാം തന്നെ അവൾ ആണ് ഒരു പുരുഷന്റെ സ്വർഗം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം സൂറത്ത് നിസായിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 1-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. എന്താ അവിടെ പറയുന്നത്? ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ജാഹിലിയയുടെ എല്ലാ ഇരുണ്ട അറകളെയും ഭേദിക്കുന്ന ഒരു ശബ്ദമായിരുന്നു സത്യത്തിൽ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് പെണ്ണിനെയും ആണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. സമത്വവാദികൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ ഈ മണ്ണില്? സമത്വവാദികൾ ഒരുപാട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ ഈ ഭൂമിയിൽ? അവർക്കൊരിക്കലും തന്നെ വാദിക്കാനോ പറയാനോ സാധിക്കാത്തതൊന്നായിരുന്നു ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് പെണ്ണിനെയും ആണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അവർക്കാർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് സമത്വമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആണിനും പെണ്ണിനും ഒരുപോലെയാണ് ഈ റോട്ടിലൂടെ നടക്കേണ്ടത്. പെണ്ണ് ചെയ്യുന്നതെല്ലാം ആണിനും ചെയ്യണം, ആണ് ചെയ്യുന്നതെല്ലാം പെണ്ണിന് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇസ്ലാം ഒരിക്കലും സമത്വത്തെ അംഗീകരിക്കുന്നേ ഇല്ല. കാരണം എന്താ? ഒരിക്കലും നടക്കില്ല സമത്വം. ഒരിക്കലും നടക്കാത്ത ഒരാശയമാണ് സമത്വം എന്ന ഒരു ആശയത്തെ കൊണ്ടുവരാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രത്തോളം അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തൊരവസ്ഥയാണ് സമത്വം എന്നുള്ളത്. പെണ്ണ് ചെയ്യുന്നതെല്ലാം ആണ് ചെയ്യണം, അല്ലെങ്കിൽ ആണ് ചെയ്യുന്നതെല്ലാം പെണ്ണ് ചെയ്യണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒന്നാണ്. എങ്കിൽ ഖുർആൻ വളരെ ഭംഗിയായിട്ട് ആരാണ് പെണ്ണ്, എന്താണ് പെണ്ണിന്റെ ഉത്തരവാദിത്തം, എന്താണ് പെണ്ണ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്ലിയറായി വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്തിനാണ് സത്യത്തിൽ ഇത്രയും ഉയർത്തി വെച്ചിട്ടുള്ള ഈ പെണ്ണ്? പടച്ചതമ്പുരാൻ നമുക്കറിയാം, പടച്ചതമ്പുരാൻ വളരെ വളരെ ഭംഗിയായിട്ട് ജനിച്ചത് മുതൽ മരണം വരേക്കും അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഉപ്പായുടെ കയ്യിലായിരുന്നാലും ഭർത്താവിന്റെ കയ്യിലായിരുന്നാലും മകന്റെ കയ്യിലായിരുന്നാലും അവൾ വളരെ സുരക്ഷിതമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ കുലീനയും മാന്യവുമായിട്ടാണ് ഒരു മുസ്ലിം സ്ത്രീയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളല്ലേ? അത്തരത്തിലുള്ള ഒരു പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളല്ലേ? തീർച്ചയായും ആണ്. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ അവക്ക് ഒരു വസ്ത്രം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച യാ അയ്യുഹൻ നബിയ്യി കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യദ്ഖുലൂന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്ന യുഅറഫ്ന വലാ യുദനീന. എന്തിനു വേണ്ടിയാണ് നിനക്ക് വസ്ത്രം? പടച്ചവൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, നബിയെ, നിന്റെ പുത്രിമാര്, ഭാര്യമാര്, സത്യവിശ്വാസികളുടെ സ്ത്രീകള്, ഇവരുടെല്ലാം തന്നെ നിന്റെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടാൻ പറയുക. എന്തിനാണ് മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടുന്നത്? വളരെ ക്ലിയർ ആയിട്ട് ഖുർആൻ പറയാണ് രണ്ട് ആശയങ്ങളിലൂടെ: നിങ്ങൾ തിരിച്ചറിയപ്പെടാനും നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനും. നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനും. എന്തിനാണ് ഹിജാബ് ഇടുന്നത്? വളരെ ക്ലിയർ ആണ്. എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ എനിക്ക് ഈ വസ്ത്രം തീരുമാനിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതെന്റെ ജീവിതമായി സ്വീകരിച്ചിരിക്കുന്നു. വളരെ ക്ലിയർ ആണ്. ഈയിടെ അടുത്ത് ഒരു ന്യൂയോർക്കിലുള്ള ഒരു ചാനൽ പുറത്തിറക്കിയ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആർ വി ഫേമസ് നൗ എന്ന് പറഞ്ഞിട്ട് ഹിജാബിന്റെ ഒരു ചെറിയൊരു ഒരു വീഡിയോ. അതിനകത്ത്
അവർ ചെയ്തിട്ടുള്ളത്, ഒരു പെണ്ണ് അവൾ ന്യൂയോർക്ക് സിറ്റിയുടെ തെരുവിലൂടെ 10 മണിക്കൂർ നടക്കുകയാണ്. അതിൽ 5 മണിക്കൂർ അവൾ പട്ടാപ്പകൽ ജീൻസും ഒരു ടൈറ്റ് ടോപ്പും ഒക്കെ ഇട്ടിട്ട് നടക്കുകയാണ്. പാതി 5 മണിക്കൂർ രാത്രി ഹിജാബിലുമാണ് അവൾ നടക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഒരു അതിനകത്ത് ഒരു കടത്തിക്കൂടലോ ഒന്നുമില്ല. ആ പെണ്ണ്, ആ സ്ത്രീ നടക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ് അതിന്റെ എല്ലാ റെക്കോർഡിങ്ങും. ആ പെണ്ണ് 5 മണിക്കൂർ പട്ടാപ്പകല് സ്റ്റാർട്ട് ചെയ്തു ന്യൂയോർക്കിലെ സിറ്റിയിലൂടെ നടക്കാൻ. ഓരോ ആളുകളിൽ നിന്ന് വൃത്തികെട്ട കമന്റുകളും വിസിലടിയും പലതും ആ പെണ്ണിന് കേൾക്കേണ്ടി വരികയാണ്. പലർ തോണ്ടുന്നുണ്ട്, തൊടുന്നുണ്ട്, പലരും അശ്ലീല വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. ചില ആളുകൾ പിന്നാലെ കൂടിക്കൊണ്ട് അവരോട് സംസാരിക്കുകയാണ്, പിന്നാലെ കൂടിക്കൊണ്ട് അശ്ലീലമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അതെല്ലാം സഹിച്ചുകൊണ്ട് അവർ 5 മണിക്കൂർ നടക്കുകയാണ്. അതിനുശേഷം ഒരു 5 മണിക്കൂർ പർദ്ദ ഇട്ടുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട്, മക്കന ധരിച്ചുകൊണ്ട് അതേ റോട്ടിലൂടെ അവർ വീണ്ടും നടക്കുകയാണ്. രാത്രിയാണ് സംഭവം. ആരും ഒരു നോക്കുപോലും അവരെ നോക്കുന്നില്ല. ഇങ്ങനെ ഒരു ആളിതിലൂടെ നടന്നു പോകുന്നുണ്ട് എന്ന് ആരും അറിയുന്നേയില്ല, ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. മുന്നിലൂടെ കടന്നു വരുന്ന ആളുകൾ സൈഡ് കൊടുത്തിട്ട് അവർക്ക് പോവാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോയെ വളരെ അത്ഭുതത്തോടു കൂടി തന്നെയാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഹിജാബിൽ നിന്നും അർദ്ധനഗ്നതയിൽ നിന്നും ഇവരനുഭവിക്കുന്ന 2 അവസ്ഥകൾ. ഇതിന് നേർക്ക് മീഡിയയ്ക്ക് കൺസ്യൂമാണ്. വളരെ വിദഗ്ധമായി മീഡിയ അതിന് മുമ്പിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. മീഡിയ അതുപോലെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിലെ ആരും തന്നെ ഈ ഒരു വീഡിയോ കാണുക പോലും ചെയ്യാത്തൊരവസ്ഥയിലാണുള്ളത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന്. യഥാർത്ഥത്തിലുള്ള പെണ്ണിന്റെ ഉടലിനെ കച്ചവടം ചെയ്യുന്നതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാണ് പോർണോഗ്രാഫി. നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? പോർണോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അശ്ലീലമായ ചിത്രങ്ങൾ, അശ്ലീലമായ വീഡിയോ ക്ലിപ്പുകൾ, ഇതിന്റെ സമാഹാരമാണ് പോർണോഗ്രാഫി എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ വാക്ക് അതിനില്ല, വൃത്തികേട് എന്ന് തന്നെയാണ് അതിന്റെ ഒറ്റ വാക്ക്. ഈ പോർണോഗ്രാഫിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക്. ഈ സൈറ്റുകളിലെ വെബ്സൈറ്റുകളിലെല്ലാം തന്നെ 12% ഈ പോണാണുള്ളത്. 12% അടങ്ങിയിരിക്കുന്നത് പോർണോഗ്രാഫിയാണ്. നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അതല്ല. ഈ പോണുകൾ കാണുന്നത് 15 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. 80% ആളുകൾ 15 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ, ഈ 15 വയസ്സും 17 വയസ്സിലുമുള്ള കുട്ടികൾ ഇത് കാണാൻ തുടങ്ങിയിട്ട് 11ാമത്തെ വയസ്സിൽ അവർ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് അതിന്റെ വിവര നിർദ്ദേശ കണക്കനുസരിച്ച് നമ്മൾ പറയുമ്പോൾ. 11ാമത്തെ വയസ്സ് മുതൽ തന്നെ അവർ ഇതിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിരന്തരമായി പോൺ വീക്ഷിക്കുക, ഇത്തരത്തിലുള്ള അശ്ലീലമായിട്ടുള്ള വളരെ വൾഗറായിട്ടുള്ള രതിക്രീഡകൾ പെണ്ണുങ്ങൾ അവതരിപ്പിക്കുകയും അത്തരത്തിലുള്ള വീഡിയോകൾ കാണുകയും അതിൽ രസിക്കുകയും ചെയ്യുക. ഈ പോൺ ആദ്യമായിട്ട്, ഈ പോണിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക്, ഈ പോണ് ആദ്യമായിട്ട് കാണുന്നത്, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ ഒരു ചിക്കാഗോയിൽ വെച്ച്, ചിക്കാഗോ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കൊളംബിയൻ എക്സ്പോ നടക്കുമ്പോൾ, ഒരു എക്സിബിഷൻ നടക്കുന്ന സമയത്ത് അവിടെ അവതരിപ്പിച്ച ഒരു ഡാൻസ് ആയിരുന്നു. ഇത് നടക്കുന്നത് 1893 നിങ്ങൾ മനസ്സിലാക്കണം. 1893, 9ന്റെ കാലഘട്ടം വന്നിട്ടില്ല, 1893 കാലഘട്ടത്തിൽ. ഈ സമയത്ത് ഒരു ബെല്ലി ഡാൻസ് അവിടെ അരങ്ങേറുകയാണ്. ഈ ബെല്ലി ഡാൻസ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു അവരുടെ ഒരു സാധാ ഒരു നൃത്തമാണ്, ഒരു നൃത്തരൂപമാണ്, ഒരു കലാരൂപമാണ്. അതിനെ ഇവര് മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അർദ്ധനഗ്നയായ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഒരു ബെല്ലി ഡാൻസ് അരങ്ങേറി. ഈ ബെല്ലി ഡാൻസ് ആ ഒരു അവസ്ഥയിലെ ഒരു വലിയൊരു മാറ്റമായിരുന്നു. മുതലാളിത്തം മനസ്സിലാക്കുകയായിരുന്നു എങ്ങനെ പെണ്ണിന്റെ ശരീരത്തെ ഇത്ര രീതിയിൽ കച്ചവടവൽക്കരിക്കാം എന്ന്.
മുതലാളിത്തം പഠിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ആ സംഭവത്തിന് ശേഷം ഒരുപാട് പെണ്ണുങ്ങളുടെ നഗ്നമായ ഫോട്ടോകൾ ഇറങ്ങാൻ തുടങ്ങി. ഒരുപാട് മാഗസിനുകളിലേക്ക് പെണ്ണിന്റെ അർദ്ധനഗ്നതകൾ കടന്നു വരാൻ തുടങ്ങി, പെണ്ണിന്റെ നഗ്നത കടന്നു വരാൻ തുടങ്ങി. ഒരുപാട് വീഡിയോകൾ വന്നു. ആ വീഡിയോകൾ പിന്നെ അതിന്റെ വളർച്ചകൾ ഒരുപാട് ഇന്റർനെറ്റിലേക്ക് എത്തി. ഇന്റർനെറ്റിലാണെങ്കിൽ 12% വെബ്സൈറ്റുകൾ ഇന്ന് പോണോഗ്രാഫിയാണ്. ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 80% ആളുകളും ഇത് വീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിരന്തരമായി മണിക്കൂറുകളോളം ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായിരിക്കും. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തോന്നില്ല. പക്ഷെ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാണിന്റെ മനസ്സ് സ്വാഭാവികമായും ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ വെറും ഒരു സെക്സിന് വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായി പരിഗണിക്കപ്പെടുന്നു. അതാണ് വസ്തുത. ഒരു പെണ്ണിനെ കാണുമ്പോൾ അവൾ വെറും ഒരു ലൈംഗിക വസ്തു മാത്രമാണ് എന്ന് കണക്കാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. സ്വാഭാവികമായും നമ്മൾ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്തില്ലേ, കേരളം അടക്കം ചർച്ച ചെയ്തില്ലേ, എന്തുകൊണ്ട് 3 വയസ്സ് വരെയുള്ള പെൺകുട്ടിയെ, അമ്മയുടെ മാറിൽ സ്വസ്ഥവും സമാധാനവുമായി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ആ മാറിൽ നിന്ന് വലിച്ചൂരി പീഡിപ്പിക്കുവാനുള്ള ശക്തി എങ്ങനെ ഈ പുരുഷന് കിട്ടിയെന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? അതെല്ലാം തന്നെ കൊണ്ടെത്തിച്ചത് ഈ പോണോകളുടെ വീക്ഷണത്തിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള അശ്ലീലമായ ചിത്രങ്ങൾ കണ്ടതിന്റെ ഫലമായി ഒരു മനസ്സ്, ഒരു മസ്തിഷ്കം, ഒരു ആണിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും തന്റെ മുന്നിൽ കാണുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ ആരാകട്ടെ, നടന്നു പോകുന്ന പെണ്ണ് ഏതായിരുന്നാലും ഏത് തരക്കാരിയായിരുന്നാലും അത് ഒരു സെക്സ് അതിനെ ഒരു ലൈംഗിക വസ്തു മാത്രമായിട്ട് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആണ് മാറി. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറിയത് ഇത്തരത്തിലുള്ള പോണുകളുടെ വീക്ഷണത്തിന്റെ പോണോഗ്രാഫി വീക്ഷിക്കുന്നത് മൂലം ആണ് ഉണ്ടാകുന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ മുതലാളിത്തത്തിന്റെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നത് എത്ര ലാഭമാണെന്ന് നിങ്ങൾക്കറിയാം. സ്വന്തം കീശ വീർപ്പിക്കുന്നത് പെണ്ണിന്റെ ശരീരം ഉപയോഗിച്ച് സ്വന്തം മേശപ്പുറത്ത് അട്ടിക്ക് വെക്കുന്നത് 1-2 രൂപയുടെ കണക്കല്ല, മറിച്ച് 13 ബില്യൺ ഡോളറിന്റെ വിറ്റുവരവാണ് നമ്മളെപ്പോലെയുള്ള നമ്മളുടെ സഹോദരിമാരുടെ മജ്ജയും മാംസവും വിറ്റുകൊണ്ട് അവർ സമ്പാദിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പർദ്ദ ഒരു പ്രതിരോധമായി കടന്നു വരുന്നത്. ഇസ്ലാമികമായിട്ടുള്ള ഈ വസ്ത്രം ഇത് വലിച്ചൂരി എറിയാൻ മുതലാളിത്തം കൽപ്പിക്കുമ്പോൾ അവിടെ വേറൊരു പാഠം കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ സ്വതന്ത്രരാകുന്നത് വസ്ത്രം ഊരിയിടുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാകുന്നത് റോഡിലൂടെ 2 കൈയും വീശി നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആണിനെ പോലെ ആകുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്നത് എന്നുള്ള ഒരു പാഠമാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ അടുത്ത് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ 7 പെൺകുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് നട്ടപ്പാതിരക്ക് 10 മണിക്ക് ഈ 7 പെൺകുട്ടികൾ അവിടെ ഇരുന്നു കൊണ്ട് ബാനറുകൾ ഉണ്ടാക്കുകയാണ്, പോസ്റ്ററുകൾ ഉണ്ടാക്കുകയാണ്, എന്തൊക്കെ കുത്തിക്കുറിക്കുകയാണ്. എന്നിട്ട് ആ കുത്തിക്കുറിച്ച പോസ്റ്ററുകൾ അവരുടെ ശരീരത്തിൽ തന്നെ പിൻ ചെയ്ത് ഈ 7 പെൺകുട്ടികൾ നടക്കുകയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാതൊരുവിധ പരസ്യമോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അതിനുവേണ്ടി അവർ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും വന്നെത്തിയിട്ടില്ലായിരുന്നില്ല. പക്ഷെ ഈ ഒരു പെൺകുട്ടികൾ 10 മണിക്ക് ഈ ബീച്ചിൽ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പോലും നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. ആ തടിച്ചുകൂടിയ ആളുകളിലൊക്കെ എന്തുണ്ടായിരിക്കും? ക്യാമറകൾ ഉണ്ടായിരിക്കും, ഫോട്ടോകൾ ഉണ്ടായിരിക്കും, ഫ്ലാഷുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ സമയത്ത് ഈ പെൺകുട്ടികൾ വളരെ നിസ്സാരമായി ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ തങ്ങളുടെ മേൽ ഒരുപാട് വാചകങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അവർ ബീച്ചിന്റെ ഓരോ ഭാഗങ്ങളിലൂടെ വളരെ സുന്ദരമായിട്ട് കൂളായിട്ട് നടന്നു പോവുകയാണ്. അവരുടെ വാദം, ഞങ്ങളിനി പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട്
ഈ ബീച്ചിന്റെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൂടെ രാത്രി ഞങ്ങൾ നടന്നു പോകും പല സമയങ്ങളിലായിട്ട്. ഞങ്ങളെങ്ങാനും നിങ്ങൾ തൊടാൻ കൈയൊന്നുയർത്തിയാൽ പിന്നെ ഒരു പെണ്ണിനെയും ആസ്വദിക്കാൻ വേണ്ടി ആ കൈ നിങ്ങൾ പൊക്കില്ല എന്നൊക്കെയാണ് അവരുടെ പ്രഖ്യാപനം. അതുപോലെ തന്നെ പലരും വീട്ടിൽ അറിയിക്കാതെയാണ് വന്നിട്ടുള്ളത്. പലർക്കും വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പോലും പറ്റുമോ എന്ന് അവർക്കറിയില്ല. ഇങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥ, റോഡിലൂടെ ഞെളിഞ്ഞു നടന്ന് കയ്യും വീശി നടക്കുമ്പോഴാണ് തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ, അല്ലെങ്കിൽ തന്റെ ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്ന ഒരു തെറ്റായ ധാരണ. ഈ തെറ്റായ ധാരണയാണ് നമ്മളുടെ യുവതലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അവർ ചോദിക്കുന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെയല്ലേ? പലരും ചോദിക്കുന്നുണ്ട്. എല്ലാ യൂറോപ്യൻ കൺട്രീസുകളിലും ഇങ്ങനെ തന്നെ അർദ്ധനഗ്നമായിട്ടുള്ള ജീൻസും ടോപ്പും എല്ലാം ധരിച്ചുകൊണ്ടല്ലേ അവർ നടക്കുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാലിശമായ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെയെല്ലാം യഥാർത്ഥത്തിലുള്ള മോക്ഷം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ പറയുന്ന ഈ സ്വാതന്ത്ര്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉറക്കെ പറയാനുള്ളത്. ഇവിടെ പെൺമയുടെ പ്രതിരോധമാണ് പർദ്ദ എന്ന് പറയുമ്പോൾ പർദ്ദയെ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാവിൽ ആശ്ലേഷിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുതലാളിത്തം ഉണ്ടാക്കിയിട്ടുള്ള ഈ വഞ്ചനയുടെ കറുത്ത കൈകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ് പടച്ചതമ്പുരാൻ നമുക്ക് നിയോഗിച്ച് തന്നിട്ടുള്ള, പടച്ചതമ്പുരാൻ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച് തന്നിട്ടുള്ള ഈ രക്ഷാകവചത്തെ മാറോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത്, ഇതാണ് എന്റെ വസ്ത്രം എന്ന് പ്രഖ്യാപിക്കാനുള്ള കരുത്തും ആർജവവും ഊർജവും നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. മുതലാളിത്തം ഇനിയും കളിക്കും. പർദ്ദയ്ക്ക് മേലും മുസ്ലിം സ്ത്രീയുടെ മേലും മുതലാളിത്തം ഒരുപാട് കളിക്കും. ഇനിയും നമുക്കത് അറിയേണ്ടതുണ്ട്. മുതലാളിത്തം ഈ ഒരു മേഖലയിൽ ഇനിയും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ വസ്ത്രം ഇതാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ആ വസ്ത്രത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും ആ പർദ്ദയ്ക്ക് വേണ്ടി, ആ വസ്ത്രത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തിന്റെ കറുത്ത കൈകൾ കേൾക്കുവാൻ തന്നെ ഞാനിതാ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ ജീവിതം ഈ പർദ്ദയിൽ നിന്ന് തന്നെയായിരിക്കും. നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഹൃദയത്തിലേക്കാണ് ഈ പർദ്ദയെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളുടെ ആത്മാവിലേക്കാണ് ഈ പർദ്ദയെ സ്വീകരിച്ചിട്ടുള്ളത്. പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ഈ രക്ഷാകവചത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുതലാളിത്തത്തിന്റെ വെറും പണമുണ്ടാക്കുവാനുള്ള ഒരു മാംസകഷ്ണമായി മാറാൻ ഒരു മുസ്ലിം സ്ത്രീയെയും കിട്ടില്ല എന്നുള്ളത് ഇവിടെ ഞങ്ങൾ നടത്തുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നാളേക്ക് വേണ്ടി ഈ പർദ്ദയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ പടച്ചതമ്പുരാനെ വാക്കുകളും തൂലിക കൊണ്ടും ഞങ്ങൾക്ക് ഈ ഒരു വസ്ത്രത്തിന് വേണ്ടി പണിയെടുക്കുവാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.